പത്തനംതിട്ടയിൽ അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ജി സുധാകരൻ. ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തിൽ പരാതി ഉന്നയിച്ചിട്ടും പരിഹാരമില്ലാത്തത് ഭരണകൂടത്തിന്റെ പരാജയമെന്ന് മുതിർന്ന CPIM നേതാവിന്റെ ലേഖനം. പത്തനംതിട്ട സംഭവം ഭാവിയിലേക്കുള്ള താക്കീതെന്നും സുധാകരൻ. ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥർ ചുരുക്കമെന്നും മലയാള മനോരമ പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. എന്നാൽ താൻ പറഞ്ഞത് ഇന്ത്യൻ ഭരണകൂടത്തെക്കുറിച്ചാണെന്നും ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ചെറിയ രൂപം മാത്രമാണ് കേരള സർക്കാരെന്നും ജി സുധാകരൻ പിന്നീട് പ്രതികരിച്ചു. അനുരാഗ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനുരാഗ്, കൃത്യമായി ആദ്യം വിഷയം പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട് ജി സുധാകരൻ. അതിനുശേഷമാണ് ഈ വിശദീകരണം വന്നിരിക്കുന്നത്. അദ്ദേഹം തുടർച്ചയായി ഇക്കാര്യങ്ങളിൽ ഇപ്പോൾ തുറന്നുള്ള വിമർശനങ്ങൾ, സർക്കാരിനെതിരെയാണെങ്കിലും പാർട്ടിക്കെതിരെയാണെങ്കിലും തുറന്നുള്ള വിമർശനങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായി തന്നെ വേണം ഈ ലേഖനത്തെ കാണാനെന്ന് തോന്നുന്നു, അല്ലേ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ വീണ്ടും തുറന്നു പറച്ചിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലും പ്രതിസന്ധിയിലും ആക്കിയിരിക്കുകയാണ്. ഇപ്പൊ രണ്ട് വിഷയങ്ങളിലാണ് ജി സുധാകരൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അത് ഒന്ന്, പത്തനംതിട്ടയിൽ അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിലും രണ്ട് ഫയലുകൾ കെട്ടിക്കിടക്കുന്ന സംഭവത്തിലുമാണ്. ഈ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ അലംഭാവം, പരാതിപ്പെട്ടിട്ടും പരിഹാരമില്ലാത്തത് ഭരണകൂടത്തിന്റെ പരാജയം എന്നാണ് അദ്ദേഹം ഈ പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നത്. അതിനൊപ്പം പത്തനംതിട്ട സംഭവം ഭാവിയിലേക്കുള്ള താക്കീതാണ്. ഇനി ഒരിക്കലും ഇങ്ങനൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ നടപടി തന്നെ ഭരണകൂടം സ്വീകരിക്കേണ്ടത്. അതിനൊപ്പം ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമെന്നാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. ഇവരെ തുറന്നുവിടേണ്ടതല്ല, ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അവരെ നിയന്ത്രിക്കുക തന്നെ ചെയ്യണം. അതിനൊപ്പം ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ് ഇപ്പോൾ ഉള്ളത്. അത് ഉപദേശങ്ങൾ കൊണ്ട് കാര്യമില്ല. പല വേദികളിലും മുഖ്യമന്ത്രിയായാലും മറ്റു മന്ത്രിമാരായാലും ഈ ഫയൽ നടപ്പാക്കൽ അദാലത്തുകളൊക്കെ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അത് കെട്ടിക്കിടക്കുന്നുണ്ട്, അത് ഓരോരുത്തരുടെയും ജീവിതമാണ് തരത്തിലൊക്കെയും ഉപദേശങ്ങൾ നൽകാറുണ്ട്. പക്ഷേ ഉപദേശങ്ങളല്ല വേണ്ടത്, നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് അദ്ദേഹം കൃത്യമായി ഊന്നി പറയുന്നുണ്ട്. അല്ലെങ്കിൽ അത് ഭരണകൂടത്തിന്റെ കുറ്റമായി തന്നെ വരും. ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥർ 10% താഴെ മാത്രമേ ഉള്ളൂ. ബാക്കി 90% ആളുകളും ഇത്ര കൃത്യ വിലോപത്തിലാണ് ഉള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കുറ്റപ്പെടുത്തൽ. വലിയൊരു വിഭാഗത്തിനും ഉത്തരവാദിത്വ ശൂന്യതയാണ് ഉള്ളത്. ഉദ്യോഗസ്ഥരുടെ ചെറിയ ശതമാനം കുറ്റങ്ങൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ. അപ്പോൾ പുറത്തു വരാൻ ഇനിയും ഒരുപാട് കുറ്റങ്ങൾ അല്ലെങ്കിൽ കെടുകാര്യസ്ഥതകൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം മുൻ മന്ത്രി കൂടിയാണ് എന്ന കാര്യം ഈ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ രാഷ്ട്രീയക്കാർക്ക് അഴിമതി നടത്താനും ഉദ്യോഗസ്ഥരുടെ സഹായം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ ആരും പോകാത്തത് എന്ന് അദ്ദേഹം പരോക്ഷമായി പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം അതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അത് താൻ ഉദ്ദേശിച്ചത് സംസ്ഥാന ഭരണകൂടത്തെ അല്ല, കേന്ദ്ര ഭരണകൂടത്തെയാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ചെറിയ രൂപം മാത്രമാണ് കേരള സർക്കാർ. അപ്പോഴും അദ്ദേഹം പരോക്ഷമായി പറയുന്നുണ്ട്. കേരളത്തിലും അക്കാര്യമുണ്ട് എന്ന കാര്യം അദ്ദേഹം വ്യക്തത വരുത്തുമ്പോഴും അദ്ദേഹം കുറ്റപ്പെടുത്തലായി തന്നെ പറയുന്നുണ്ട്. അതുപോലെ ഈ പത്തനംതിട്ടയിൽ അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ സസ്പെൻഷൻ അല്ല വേണ്ടത്. സസ്പെൻഷൻ എന്ന് പറയുന്നത് അതൊരു പരമസുഖമുള്ള ഒരു ഏർപ്പാടാണ്. സസ്പെൻഷൻ ചോദിച്ചു വാങ്ങുന്നവരുണ്ട്. കാരണം ശമ്പളമൊക്കെയും ഈ സസ്പെൻഷൻ കാലയളവിൽ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ ചോദിച്ചു വാങ്ങി വേറെ പണിക്ക് കൂടി പോയി പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. ബ്യൂറോക്രസി എന്ന് പറയുന്നത് എന്ത് വൃത്തികേടും കാണിക്കുന്നവരാണ് എന്നുകൂടി അദ്ദേഹം ഈ വ്യക്തത വരുത്തിയുള്ള പ്രതികരണത്തിൽ കൂടി കുറ്റപ്പെടുത്തുന്നുണ്ട്. ലക്ഷ്മി.